സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗസയിലെ ഇസ്രായേലിൻ്റെ ഹമാസ് വേട്ട ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ ഈജിപ്തിൽ 2 ദിവസം ചർച്ചകൾ പൂർത്തിയാക്കി 3-ാം ദിവസം ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നു. 2 ദിവസത്തെ ചർച്ചകൾ കൊണ്ടും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ചർച്ചയുടെ റിസൾട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 താല്പര്യങ്ങളാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഭീകരപ്രവർത്തകരായ പല ഹമാസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അവരെ വേട്ടയാടി പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഇസ്രായേലിനോ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. ഇതിൽ ഇസ്രായേലിനെ കൊണ്ട് സമാധാനം അംഗീകരിപ്പിക്കാൻ മെനക്കെട്ട് നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാന പ്രതീക്ഷയും കൂടാതെ അറബ് രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് നിലനിർത്തേണ്ട ബന്ധവും വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപും 2 ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളുമാണ് ഇതിൽ പ്രധാനമായും നെതന്യാഹുവിനെ നിർബന്ധിക്കുന്നത്. ഒരു വെടിനിർത്തലിലേക്ക് എത്തണം എന്നുള്ള കാര്യത്തിന് ഇസ്രായേലിന്റെ മേലെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ മേലെ പ്രഷർ ചെലുത്തുന്നത് ട്രംപും അതുപോലെ ബന്ദികളാക്കപ്പെട്ട മനുഷ്യരുടെ ഇസ്രായേൽക്കാരുടെ ബന്ധുക്കളുമായിട്ടുള്ള ആളുകളാണ്. നേരെ മറിച്ച് ഹമാസിന്റെ മേലെ പ്രഷർ ചെലുത്തുന്നത് ഹമാസിനോട് കരാറിൽ ഏർപ്പെടുവാനും വെടിനിർത്തലിലേക്ക് വരുവാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാനും നിർബന്ധിക്കുന്നത് അറബ് രാജ്യങ്ങളാണ്. കാരണം അത് അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് നിമിഷവും ഇസ്രായേൽ ഖത്തറിന് നേരെ തിരിഞ്ഞതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഏത് അറബ് രാജ്യത്തിന് മേലെയും ഇസ്രായേൽ തിരിഞ്ഞേക്കാം എന്നുള്ള ഭയം കൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന് താല്പര്യം. അപ്പോൾ പുറമെ നിൽക്കുന്ന ആളുകൾക്കാണ് ഇത് അവസാനിപ്പിക്കാൻ താല്പര്യം. ഇത് തടരുന്ന ഇതിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരാൾ വിജയത്തോട് അടുത്ത് നിൽക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ സമ്പൂർണ്ണ വിജയത്തിനടുത്ത് 90% വിജയത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇനി ഒരു 10% കൂടിയാണ് അവർക്ക് ചെയ്തു വയ്ക്കാനുള്ളത്. ആ 10% കൂടി കഴിഞ്ഞാൽ അവരുടെ കാര്യം അവർ കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ട് പിടിക്കും. മറ്റ് അവരെ എതിർക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മരണമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 10% ഇസ്രായേൽ പൂർത്തിയാക്കുന്നതോടെ തങ്ങൾക്ക് മരിച്ച് അവരുടെ ജിഹാദ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സമാധാനത്തോടെ മരണപ്പെടാം എന്നുള്ള ലക്ഷ്യത്തിൽ നിൽക്കുന്നവരാണ് അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ സ്ലോ ആയിട്ടാണ് മുന്നേറുന്നത്. ഇതിൽ ഹമാസിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് സമ്പൂർണമായ വെടിനിർത്തൽ ആദ്യം ഇസ്രായേൽ നടപ്പാക്കണം. 2 IDF പൂർണ്ണമായും പിൻവാങ്ങണം. നിയന്ത്രണമില്ലാതെ അവരുടെ നാട്ടിലേക്ക് സഹായ പ്രവാഹങ്ങൾ എത്തണം. നിയന്ത്രണമില്ലാതെ എന്നുള്ളത് അണ്ടർലൈൻഡ് ആണ്. കാരണം സഹായ പ്രവാഹങ്ങളുടെ മറവിൽ അവർക്ക് പലതും അവിടെ കടന്ന് കയറ്റി കൊണ്ടുവരാനുണ്ട്. പരിശോധനകളില്ലാതെ നിയന്ത്രണമില്ലാതെ സഹായ പ്രവാഹം അവിടേക്ക് എത്തണം. 4-മത്തെ കാര്യം, മർവാൻ ബാർഗൌദി എന്നൊക്കെ പറയുന്നത് പോലത്തെ 5ഉം 6ഉം ജീവപര്യന്തം തടവുകൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കൊടും ഭീകരരായിട്ടുള്ള ആളുകളുടെ അടക്കമുള്ളവരെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണം. ഇപ്പൊ ഇസ്രായേൽ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിട്ടുള്ള ജീവപര്യന്തം തടവ് ലഭിക്കുന്നതൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞ കുറ്റം ചെയ്തിട്ടുള്ളവർക്കാണ്. അങ്ങനെ അത് ഇസ്രായേൽക്കാരെ കൊന്ന കുറ്റത്തിന് പിടികൂടപ്പെട്ടവരും അത് തെളിയിക്കപ്പെട്ടവരും അതിന്റെ പേരിൽ ജയിലിൽ പോയവരാണ്. മറ്റേ രാജ്യത്താണെങ്കിൽ അതിന്റെ പേരിൽ ജയിലൊന്നും പോകത്തില്ല, വെടിവെച്ച് അപ്പോഴേ തന്നെ മേലോട്ട് വിടത്തേ ഉള്ളൂ. ഇവരായതുകൊണ്ട് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യ രീതികൾ തന്നെ കോടതികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവരെ വെടിവെച്ച് കൊല്ലാതെ വിചാരണ ചെയ്ത് ജയിലിൽ പാർപ്പിച്ചതാണ്. അങ്ങനെയുള്ള 250 പേരും കൂടാതെ ഇസ്രായേലിനെതിരെ കല്ലെറിഞ്ഞു, കത്തിക്കുത്തി അങ്ങനെയുള്ള പേരുകളുടെ പേരിൽ വന്ന 1500 തടവുകാരെയും മോചിപ്പിക്കാമെന്നുള്ളതാണ് അമേരിക്കയിൽ വെച്ച് കരാറിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് ഹമാസ് ഈ മോചിപ്പിക്കപ്പെടേണ്ട പാലസ്തീൻ തടവുകാരുടെ കൂട്ടത്തിൽ അതിതീവ്രവാദികളായിട്ടുള്ള മർവാൻ ബർഗൌദി, ഇദ്ദേഹം 5 കൊലപാതക കുറ്റങ്ങളിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ കയറി ബോംബ് പൊട്ടിച്ച് 5 പേരെ കൊന്ന കേസ് പ്രതിയാണ്. 5 ജീവപര്യന്തം തടവുകൾ നേരിടുന്നതാണ്. ഇതുപോലെയുള്ള കുറെ അധികം ആളുകളുടെ ലിസ്റ്റ് ഒരു കൊടുത്തിട്ടുണ്ട്. അവരെ കൂടി മോചിപ്പിക്കണം എന്നുള്ള ഡിമാൻഡൊക്കെയാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്. നേരെ മറിച്ച് നെതന്യാഹുവിന് പറയാനുള്ളത് ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ പോരാടും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ അത് അദ്ദേഹത്തിന്റെ സത്യവാചകമാണ് അല്ലെങ്കിൽ പ്രതിജ്ഞയാണ്. ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ പോരാടുമെന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന്റെ 1-മത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിന്റെ ഉന്മൂലനമാണ്. ഒരു ഹമാസ് പ്രവർത്തകൻ പോലും തീവ്രവാദിയായി അവശേഷിക്കാൻ പാടില്ല. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക. ആയുധം വെച്ച് യാതൊരുവിധ കരാറുകളുമില്ലാതെ യാതൊരുവിധ ഉപാധികളുമില്ലാതെ ആയുധം വെച്ച് കീഴടങ്ങുക. എന്നെ ശിക്ഷിക്കരുതെന്നോ പിടിക്കരുതെന്നോ അങ്ങനത്തെ യാതൊരു ഉപാധിയും പറയാൻ പറ്റില്ല. ആയുധം വെച്ച് കീഴടങ്ങുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. അതാണ് ഹമാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഹമാസിന്റെ ഉന്മൂലനം എന്നുള്ളതാണ് 1-മത്തെ ലക്ഷ്യം. 2-മത്തെ ലക്ഷ്യമായി അദ്ദേഹം വയ്ക്കുന്നത്
ബന്ധികളെ പൂർണ്ണമായി മോചിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ 48 പേരാണ്. ആ 48 പേരുടെ ലിസ്റ്റ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വായിച്ചതാണ്. ആ 48 ഒന്ന് കുറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയില്ല. അത് ജീവനോടെയുള്ള 20 പേരെ ജീവനോടെ തന്നെ അദ്ദേഹത്തിന് കിട്ടണം. ബാക്കിയുള്ളവരുടെ റെമനൻസും എന്താണോ ബാക്കിയുള്ളത്, ശവശരീരത്തിന് ബാക്കിയുള്ളത്, അത് അവർക്ക് DNA ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടുന്ന തരത്തിൽ അവർക്കത് ലഭിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ബന്ദിമോചനം. 3, ഗസയിൽ നിന്ന് ഇനിയും ഒരു ഭീഷണി ഉണ്ടാവുകയില്ല എന്ന് 100% ഉറപ്പ്. കാരണം അവർ വെസ്റ്റ് ബാങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ പിന്നെ അവിടെ സെറ്റിൽമെന്റ്സ് പണിതുകൊണ്ട് ഒരു തരത്തിലും അവിടെ പാലസ്തീനികൾ എന്ന് വിളിക്കപ്പെടുന്ന അറബികൾക്ക് ഒരു തരത്തിലും ഒത്തുചേർന്ന് അല്ലെങ്കിൽ ഇവരുടെ നേരെ ഒരു കാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള ശേഷിയില്ലാത്ത വിധത്തിൽ അവരെ നിരായുധീകരിച്ച് കളയുകയും അവരെ അതുപോലെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലല്ലാതെ ഗാസയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഒരു ആയുധ ശേഖരണം നടത്താനോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു നടപടി സംഘടിപ്പിക്കാനോ പറ്റത്തക്ക രീതിയിലുള്ള അവസ്ഥ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുകയുള്ളൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ കൂട്ടർക്ക് പറയാനുള്ളത്. ഇതിനിടയിൽ കിടന്ന് ചർച്ച ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് വിഷയം. അതിനിടയിലൂടെ സ്റ്റീവ് വിറ്റ്കോഫും ജാവേദ് കുഷ്ണറുമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈജിപ്തിൽ ഈ സംസാരത്തിനായി എത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് ബന്ദിമോചനവും വെടിനിർത്തലും ലഭിക്കാതെ അവർ ഇനി ഈജിപ്തിൽ നിന്ന് പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഈജിപ്തിൽ നിന്ന് പോകേണ്ടി വരത്തില്ല, അവിടെ തന്നെ താമസിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈജിപ്തിൽ നിന്ന് അവർ പോകണമെങ്കിൽ ബന്ദിമോചനം നടക്കണം, അതുപോലെ തന്നെ വെടിനിർത്തലും നടക്കണം. അപ്പൊ ബന്ദിമോചനവും വെടിനിർത്തലും ഇത് ഒരു വലിയ പസലാണ്. അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് എന്നുള്ള പ്രശ്നം വരും. വെടിനിർത്തിട്ട് ബന്ദിയെ മോചിപ്പിക്കാവുന്ന ഒരു കൂട്ടര്, ബന്ദിയെ മോചിപ്പിച്ചിട്ട് വെടി നിർത്താമെന്നുള്ള ഒരു കൂട്ടര്, അതങ്ങനെ. 2 ബന്ദിയെ മോചിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ 48 അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള പ്രശ്നം. അതുപോലെ തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇവർ കൊടുക്കുന്ന ഡെഡ് ബോഡികളെല്ലാം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. വെറുതെ ഏതെങ്കിലും ഡെഡ് ബോഡി കിട്ടിയാൽ അത് വാങ്ങി അദ്ദേഹം വീട്ടിൽ പോവില്ല. ആ കിട്ടിയ ഡെഡ് ബോഡി ഇവരുടെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ആളുടെ തന്നെയാണെന്ന് ശാസ്ത്രീയമായ ഉറപ്പുകൾക്ക് ശേഷം മാത്രമേ അവർ ഡെഡ് ബോഡി സ്വീകരിക്കുകയുള്ളൂ. ഈ പറയുന്ന ബന്ദികൾ ആരും ഹമാസിന്റെ കയ്യിലില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് പാലസ്തീൻ ജിഹാദ് എന്ന് പറയുന്ന വേറൊരു തീവ്രവാദി സംഘടനയാണ് ഈ ബന്ദികളെ സൂക്ഷിക്കുന്ന ചുമതലയുള്ളത്. അവരുടെ എത്ര എണ്ണം ഉണ്ട്, അവരുടെ ഉള്ളതിന്റെ ഒരു ഡീറ്റെയിൽസും അവർ പുറത്തുവിട്ടിട്ടില്ല. ഈ 48 പേരുണ്ടോ, അത് 20 പേര് ജീവനോടെ ഉണ്ടോ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. നേരെ മറിച്ച് ഈ 48 പേരുടെ പേര് പറയുമ്പോൾ അങ്ങനെയുള്ളവർ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നവർ ഡിനൈ ചെയ്തിട്ടുമില്ല. 20 പേര് ജീവനോടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ജീവനോടെ ഇല്ല എന്നും അവർ ഡിനൈ ചെയ്തിട്ടില്ല. കൂടാതെ 20-ലധികം ആളുകൾ ജീവനോടെ ഉണ്ട് എന്ന് ഹമാസ് പലതവണ സൂചനകൾ നൽകിയിട്ടുമുണ്ട്. കാരണം ഇസ്രായേൽ ഇടുന്ന ഓരോ ബോംബും നിങ്ങളുടെ ബന്ദികളുടെ തലയിലാണ് വീഴുന്നത് എന്ന് പറഞ്ഞ് അവര് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യം ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ ദിവസം ബോംബിട്ടപ്പോൾ ഇവർ മരിച്ചുപോയി, ഇമാര് സൂത്രം എന്ന് പറഞ്ഞ് ഇസ്രായേലിനടുത്ത് രക്ഷപ്പെടാനാവില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ടേബിളിലില്ലാതെ ഈ കാര്യം നടക്കില്ല. ഈ ട്രംപ് 20 പോയിന്റ് അദ്ദേഹത്തിന്റെ സമാധാന ഉടമ്പടി 20 പോയിന്റ് സമാധാന ഉടമ്പടി പ്രഖ്യാപിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ബോംബിംഗ് നിർത്തണമെന്ന് ഇസ്രായേലിന് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ അതനുസരിച്ച് ബോംബിംഗ് നിർത്തുകയും ചെയ്തു. പക്ഷെ അവരുടെ യുദ്ധ പരിപാടികളോട് നിർത്തിയിട്ടില്ല. അവര് ഗാസ സിറ്റിയിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കുറേശ്ശെയായിട്ട് അവര് അതിന്റെ ഭൂമി ക്ലിയർ ചെയ്ത് ഗാസ സിറ്റിയിൽ അവസാനം മധ്യാഹ്നയിൽ പോയി അവസാനിക്കണം. അത് കാരണം മധ്യാഹ്നാഴിയാണ് അതിന്റെ അതിർത്തിയായിട്ട് പടിഞ്ഞാറ് അതിർത്തിയായിട്ട് വരുന്നത്. ആ പടിഞ്ഞാറ് അതിർത്തിയിലേക്കുള്ള അഡ്വാൻസ്മെന്റ് ആണ് സ്ലോ പേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സ്ലോ പേസിൽ അത് നടക്കുന്നതിനനുസരിച്ച് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ 20 പോയിന്റ് പ്രോഗ്രാം പ്രഖ്യാപിച്ചതിന് ശേഷം 104 പേർ മരിച്ചു എന്നാണ് അൽ ജസീറ പറയുന്നത്. അൽ ജസീറയിൽ പിന്നെ സ്ത്രീകളും കുട്ടികളും മാത്രമേ മരിക്കാറുള്ളൂ. ഈ മരിച്ചതിന്റെ ബഹുഭൂരിഭാഗം ആളുകളും ഹമാസിന്റെ ആക്റ്റീവായിട്ടുള്ള ഭീകരപ്രവർത്തകർ തന്നെ ആണെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനിടയിലൂടെ വലിയ തമാശകളൊക്കെ ഇറങ്ങിയത് നമ്മൾ കണ്ടു. ഗ്രെറ്റ തംബർഗ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തക, അവര് ആക്ടിവിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പം ആധുനിക യുഗത്തിൽ ഇങ്ങനത്തെ കുറെ ആക്ടിവിസ്റ്റ്, സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്ന കുറെ മനുഷ്യർ നിരന്തരമായിട്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുക, അതിന്റെ പേരിൽ എന്തെങ്കിലും ചില്ലറ അടിച്ചു മാറ്റുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമായിട്ട് ലോകത്തിലുണ്ട്. അതിൽ ഗ്രെറ്റ തംബർഗിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു 41 ബോട്ടുകൾ അടങ്ങുന്ന ഒരു സംഘം ഇവിടെ ഗാസയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ എത്തുകയും ഇസ്രായേൽ സേന അത് പിടികൂടുകയും ഈ ഗ്രെറ്റ തംബർഗ് അടക്കമുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് ജയിലിനകത്തിട്ട് അതിൽ കുറെ അധികം ആളുകൾ, ഏകദേശം 430 പ്രവർത്തകരുണ്ടായിരുന്നു. 430 ഒരു 150 താഴെ ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. ഈ 180 പേര് എന്ന് പറയുന്നത് ഭീകരപ്രവർത്തകരാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ഭീകരപ്രവർത്തകരെ ഇസ്രായേൽ പിടിച്ചു വെച്ചു. ബാക്കി ഗ്രെറ്റ തംബർഗ് അടക്കമുള്ള ആളുകളെ ഗ്രീസിൽ നിന്നാണ് ഔദ്യോഗികമായിട്ട് പുറപ്പെട്ടത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പെടുന്ന ആളുകളാണ്, ഗ്രീക്കുകാർ ആരും തന്നെയില്ല.
ഇതിനകത്ത് തുർക്കികളൊക്കെ കാര്യമായിട്ട് കയറി കൂടിയിട്ടുണ്ട്. അവന്മാരെല്ലാം ഒന്നാന്തരം ഭീകരപ്രവർത്തകരാണ്. തുർക്കികളുണ്ട്, പിന്നെ ഈ പാലസ്തീനികളുണ്ട്, ഈ വിവിധ രാജ്യങ്ങളിൽ കുടിയേറി താമസിക്കുന്ന പാലസ്തീൻ പ്രദേശത്ത് താമസിക്കുന്ന അറബികൾ. ഈ പാലസ്തീനികൾ എന്നുള്ള പ്രയോഗം തെറ്റാണ്, അത് നമ്മൾ വിശദീകരിക്കും. അപ്പം ഈ അറബികളുണ്ട്, പാലസ്തീന പ്രദേശത്ത് താമസിക്കുന്ന അറബികൾ, മറ്റു രാജ്യങ്ങളിൽ കുടിയേറിയ അവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഗ്രിറ്റാ തമ്പർക്കിനെ പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുവാനും പത്രത്തിൽ പടം വരുവാനും ഒക്കെ വേണ്ടി വരുന്ന ആളുണ്ട്. അപ്പൊ ഗ്രിറ്റാ തമ്പർക്കിനെ ഏകദേശം ഒരു 24 hours ഇസ്രായേൽ ഡീറ്റെയിൻ ചെയ്തിരുന്നു, അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അവരെ ഡീറ്റെയിൻ ചെയ്ത സമയത്ത് അവർക്ക് മുടി ജീവാൻ ജീപ്പ് കൊടുത്തില്ല, അവർ കിടന്ന കട്ടിലേന്ന് അവരെ കൊതുക് കടിച്ചു, മൂട്ട കടിച്ചു, ഇമാതിരിയുള്ള കുറെ പരാതിയൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവരുടെ ഒരു സ്വീഡിഷ് പേഴ്സൺ ആണ്. അപ്പൊ സ്വീഡനോട് ഇസ്രായേലിനോട് പിന്നെ വിശദീകരണം ചോദിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ രാജ്യത്ത് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇസ്രായേൽ പറഞ്ഞു അവരെ മൂട്ടയൊന്നും കടിച്ചതായിട്ട് അറിവില്ല, അങ്ങനെ കടിച്ചെങ്കിൽ ഇസ്രായേലിലെ മൂട്ടയല്ല, പാലസ്തീനിൽ നിന്ന് കടിച്ച മൂട്ടയായിരിക്കും എന്നൊക്കെ ഇസ്രായേലും പറയുന്നുണ്ട്. എന്തായാലും ശരി, ഇവരുടെ ഈ ഒരു ഷോ എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഗാസയിൽ ആൾക്കാർ പട്ടിണി നടക്കുന്നവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവർ വലിയ മനുഷ്യാവകാശ പ്രവർത്തകരാണല്ലോ. ഈ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് കണ്ണുപോലും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കുന്നില്ല. അവര് പിന്നെ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും നഷ്ടപ്പെട്ട് നിഷേധിക്കപ്പെട്ട് ഇരുട്ടിൽ കഴിയുന്നവരാണെന്നുള്ള ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ്. ഇറാനിലെ സ്ത്രീകളുടെ കാര്യവും വ്യത്യസ്തമല്ല. ഇവർക്ക് ഈ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒന്നും ചെല്ലാനുള്ള ചോണയുണ്ടോ? ഒന്നുകിൽ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണെന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിലേക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ ഇറാനിലെ സ്ത്രീകളുടെ മോചനം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു കയറി ചെല്ലാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇവരങ്ങനെ കടന്നു കയറി ചെന്നാൽ ഇവർ ഈ പറഞ്ഞ രൂപത്തിൽ മൂട്ടകടി കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പോയി കഴിഞ്ഞാൽ കഴുത്തിന് കൂടെ തലയുണ്ടാവില്ല എന്ന് ഇവർക്ക് നല്ല ധൈര്യമുണ്ട്. ഇസ്രായേൽ പോലൊരു രാജ്യത്തിന്റെ രാജ്യാതിർത്തി ഭേദിച്ച് അകത്ത് കടന്നിട്ടും ഇവർക്ക് യാതൊരു പരിക്കും പറ്റാതെ യാതൊരു കേടും പറ്റാതെ അന്തസ്സായിട്ട് ഇവിടെ രാജ്യത്തേക്ക് 5 പൈസ മുടക്കാതെ ഇവർക്ക് തിരിച്ചെത്താൻ പറ്റി. ഇവർക്ക് ഇവിടുത്തെ ഭക്ഷണത്തിന് രുചിയില്ലായിരുന്നു, പുളി കൂടിപ്പോയി, ഇമാതിരി കാര്യമൊക്കെ അവർ പറയുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ ഭക്ഷണ സാധനങ്ങളും അവിടെ ലഭിച്ചിട്ടുണ്ട്, ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ശരീരത്തിൽ ഒരു പരിക്ക് പോലും മൂട്ട അടിച്ച പാട് ഇവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇമാതിരിയുള്ള ഈ ഞൊടുക്ക് വർത്താനവും പറഞ്ഞുകൊണ്ട് അന്തസ്സായിട്ട് മനുഷ്യാവകാശങ്ങൾ പാലിച്ച് ഇവരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് രാജ്യത്തോട് ബഹുമാനം കാണിക്കാതെ, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ അങ്ങേയറ്റം ധ്വംസിക്കപ്പെടുന്ന പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ബാംഗ്ലാദേശിലോ ചെന്ന് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ ഇവർ ഇസ്രായേൽ മാത്രം പോകുന്ന ഇരട്ടത്താപ്പ് ലോകത്തിലെ ബുദ്ധിയും ബോധമുള്ള ആൾക്ക് തിരിച്ചറിഞ്ഞു. ഇവരെ പോലത്തെ വിഡ്ഢികളെ പൊന്തിച്ചു പിടിക്കുന്നവര് ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് പൊന്തിച്ചു പിടിക്കേണ്ടതാണ്. ഇവർ എന്തുതരം മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഇവരൊക്കെ ഈ അൽ ജസീറ പോലത്തെ പണം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പണം വാങ്ങി അവനവന്റെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഇൻവേർട്ടർ കോമാസിൽ വരേണ്ട ആളുകൾ തന്നെയാണ്. അതിനിടയിലൂടെ അന്താരാഷ്ട്ര കോടതി എന്ന് പറഞ്ഞ ഒരു ഹാസ്യ സ്ഥാപനമുണ്ടല്ലോ, ആ സ്ഥാപനം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മലോണിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം അവര് ഇസ്രായേലിന് ആയുധം വിറ്റു അത്രേ. അപ്പൊ അവര് ആയുധം വിറ്റു, ഇസ്രായേലിന് ആയുധം വിറ്റു എന്നതിന്റെ പേരിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മലോണിക്കെതിരെ ഇവർ കേസെടുത്തിരിക്കുന്നു. ഇസ്രായേലിന് ഒരുപാട് ആയുധങ്ങളൊന്നും പുറത്തുനിന്ന് വരേണ്ട, വാങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് വേണ്ട ആയുധമൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവർ ആയുധം വാങ്ങുന്നത് 99% അമേരിക്കയിൽ നിന്നാണ്, പിന്നീട് ജർമ്മനിയിൽ നിന്ന് വാങ്ങുന്നത്, ഇറ്റലിയിൽ നിന്ന് വാങ്ങുന്നത്. ഇറ്റാലിയും ജർമ്മനിയും ഒക്കെ ചെയ്യുന്നത് ഈ F-35 വിമാനങ്ങളുടെയൊക്കെ ചില പാർട്ടുകളാണ് അവരുണ്ടാക്കുന്നത്. വിമാനം അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നത്. അതായത് 99% ഇമ്പോർട്ടും ആയുധ ഇമ്പോർട്ടും നടത്തുന്നത് അമേരിക്കയിൽ നിന്നാണ്. ചൊണയുണ്ടെങ്കിൽ ഈ അന്താരാഷ്ട്ര കോടതി ട്രംപിന്റെ പേരിൽ ഒരു കേസെടുക്കട്ടെ. ട്രംപ് മനുഷ്യാവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചൊണയുണ്ടെങ്കിൽ കേസെടുക്കട്ടെ. ഈ പറഞ്ഞ പിന്നെ ജോർജിയ മലോണിയും ഒക്കെ വളരെ മൈൽഡായിട്ട് സംസാരിക്കുന്ന ആളുകളായതുകൊണ്ടല്ലേ ഇവര് അത് ചെയ്യുന്നത്. ട്രംപിന്റെ പേരിൽ കേസെടുത്താൽ നാളെ ആ കോടതി അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെ അയാൾ പൊക്കിയെടുത്ത് തുള്ളിയെടുത്തുകൊണ്ട് അറ്റാനി കൊണ്ട് തട്ടിക്കളയും. അപ്പൊ ഇങ്ങനെയുള്ള ഭീരുക്കള് ഈ പരസ്യം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗോഷ്ഠികൾ കാണിക്കുക. ഇപ്പൊ ഇസ്രായേലിന് 99% ആയുധം വിറ്റ ട്രംപിന് കുറ്റമൊന്നുമില്ല. നേരെ മറിച്ച് ഏതൊരു F-35 വിമാനത്തിന്റെ ഒരു കഷ്ണം ഉണ്ടായി കൊടുത്തു എന്നതിന്റെ പേരിൽ മലോണിക്കെതിരെ ഇവര് കേസെടുക്കാൻ നിൽക്കുക. ഇങ്ങനത്തെ വലിയ വലിയ തമാശകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുക, ഹമാസ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുക, അതുപോലെ അറബ് രാജ്യങ്ങൾ പാലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഈ അറബ് രാജ്യങ്ങളെല്ലാം രാജാക്കന്മാരെ ഭരിക്കപ്പെടുന്നവരാണ്. അവിടുത്തെ മനുഷ്യർക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത്? രാജാവ് പറയുന്നതാണ് അവിടുത്തെ നിയമം. അവിടെ പിന്നെ ഇസ്ലാമിക നിയമമുള്ള രാജ്യമാണ്. ഇസ്ലാമിക നിയമത്തിലെ തലമുണ്ടിടാതെ ഒരുത്ത് നടക്കാൻ പറ്റുമോ? 5 നേരം നിഷ്കരിക്കാതെ തലവെട്ടത്തില്ലേ? എന്ത് മനുഷ്യാവകാശമാണ്, എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഇവരാണ് പാലസ്തീനികളുടെ സ്വയംനിർണയാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ആരാണ് പാലസ്തീനി?
പാലസ്തീൻ എന്നുള്ള രാജ്യത്തിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതുപോലെ BC 2-ാം നൂറ്റാണ്ടിൽ റോമാണ് പാലസ്തീന എന്ന് പറഞ്ഞ പ്രദേശം ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ പല പ്രോവിൻസുകളിൽ ഒന്നായിട്ട് പാലസ്തീന എന്ന് പറയുന്ന പ്രദേശം ഡിമാർക്കേറ്റ് ചെയ്തത് റോമാണ്. അങ്ങനെ റോം ആ പ്രദേശത്തിന് പാലസ്തീന എന്ന പേരിടാൻ കാരണം അന്നത്തെ കാലത്ത് അത് ചരിത്രപരമായി ഫിലിസ്തീൻ താമസിച്ച സ്ഥലമാണ്. അന്ന് ഫിലിസ്തീൻ അവിടെ ഇല്ല. ഇവർ പേരിടുന്നതിനും ഏകദേശം 1000 വർഷം മുമ്പ് ഫിലിസ്തീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലാതായി പോയിരുന്നു. പക്ഷേ ഈ ഫിലിസ്തീനും ഇസ്രായേൽക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ജൂതന്മാരും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ജൂതന്മാരെ അപമാനിക്കാൻ വേണ്ടി പാലസ്തീന എന്ന് ആ പ്രദേശത്തിന് ഫിലിസ്ത്യ എന്ന വാക്കിൽ നിന്ന് രൂപമാറ്റം വന്നിട്ടുള്ള, ലാറ്റിനിലേക്ക് എടുത്തപ്പോൾ രൂപമാറ്റം വന്നിട്ടുള്ള ഹീബ്രുവിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്ന്, അന്ന് ആ ഭാഗത്ത് പോപ്പുലർ ആയിട്ടുള്ള ഭാഷ നമുക്കറിയാവുന്നതുപോലെ ഈശോ സംസാരിച്ചിരുന്ന അരമായ ഭാഷയുണ്ട്, ദെൻ ഓൾഡ് ഹീബ്രു ഉണ്ട്, ദെൻ ഗ്രീക്ക് ഭാഷയുണ്ട്. ഈ ഭാഷകളാണ് അവിടെ പ്രോമിനന്റ് ആയിരുന്നത്. ആൻഡ് റോമാക്കാരിൽ ലാറ്റിൻ സംസാരിക്കുന്നവരാണ് നമുക്കറിയാം, അവരുടെ ഭാഷ ലത്തീനാണ്. അപ്പൊ ഈ ലത്തീനില് ഈ ഫിലിസ്ത്യ എന്നുള്ളത് പാലസ്തീന ആയി പോയതാണ്. അങ്ങനെയാണ് ഈ പാലസ്തീന എന്ന് പറയുന്ന പേര് വരുന്നത്. ഈ പാലസ്തീന എന്ന് പറയുന്ന പേര് അന്ന് വന്നപ്പം അവിടെ പാലസ്തീന അധിവസിച്ചതാരാണ്? അവിടെ പാലസ്തീന അധിവസിച്ചിരുന്നത് പ്രധാനമായും ജൂതന്മാർ തന്നെയാണ്. ഏറ്റവും പ്രധാനമായ ജൂതന്മാരാണ്. പിന്നീട് കുറച്ച് ഗ്രീക്കുകാരുണ്ട്. അപ്പം അല്ലാണ്ട് ഈ അറബികളൊന്നും ആ പ്രദേശത്ത് താമസമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പാലസ്തീന എന്ന പാലസ്തീനികൾ എന്ന ആരെങ്കിലും പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ജൂതന്മാർ തന്നെയാണ്. അപ്പൊ പാലസ്തീനികൾക്ക് സ്വയംഭരണാവകാശം അല്ലെങ്കിൽ സ്വയം നിർണയ അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് സ്വയം നിർണയ അവകാശം കൊടുക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. അവർ സ്വയം നിർണ്ണയിച്ചോളും, നിങ്ങൾ മെനക്കെടൊന്നും വേണ്ട, അവർ നിർണ്ണയിച്ചോളും. അവർക്ക് വേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വെട്ടിപ്പിടിച്ചോളും, നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട. നിങ്ങൾ സഹായിച്ചാലും സഹായിച്ചില്ലേലും ജൂതന്മാര് അവർക്ക് വേണ്ട ഏരിയ അവർ വെട്ടിപ്പിടിച്ചിരിക്കും, അവർക്ക് വേണ്ട കാര്യം അവർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പാലസ്തീനികളുടെ സ്വയം നിർണയ അവകാശത്തെക്കുറിച്ച് ഒരുപാട് കരഞ്ഞ് ജൂതന്മാരെ കൊണ്ട് സ്വയം നിർണയിപ്പിക്കേണ്ട, അത് നിർണയിപ്പിക്കാതെ തന്നെ ആ കാര്യങ്ങൾ നടന്നുകൊള്ളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ അവിടെ കയറി താമസിച്ചിട്ടുള്ള ബദാവികളായിട്ടുള്ള അറബികളെ ഈ പാലസ്തീന എന്ന പ്രദേശം ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം 1000 1500 വർഷം കഴിഞ്ഞ് ആ പ്രദേശത്ത് ആടിനെയും ഒട്ടകത്തിനെയും ഒക്കെ മേയിച്ച് എത്തി അവിടെ താമസമാക്കിയ ബദാവികളായിട്ടുള്ള അറബികളെ കയറി പാലസ്തീനികളെന്ന് വിളിച്ചു കളയരുത്. അവര് പാലസ്തീനികളൊന്നുമല്ല, അവര് അറബികളാണ്. അറബ് നാടുകളിൽ നിന്ന് യമൻ, ഇറാഖ്, ഇന്നത്തെ ജോർദാൻ ശരിക്കും പാലസ്തീനയുടെ ഭാഗമാണ്. ഇന്നത്തെ ജോർദാൻ, സിറിയ മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ആടിനെയും ഒട്ടകത്തെയും മേയിച്ച് ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന് അവിടെ താമസമാക്കിയ ബദാവികളായിട്ടുള്ള അറബികളാണ് നിങ്ങൾ പാലസ്തീനികളെന്ന് അറിയാതെ വിളിച്ചു പോകുന്നത്. അവർ പാലസ്തീനികളല്ല, അവർ ബദാവികളായിട്ടുള്ള അറബികളാണ്. ഒറിജിനൽ പാലസ്തീനികൾ അല്ലെങ്കിൽ പാലസ്തീന എന്ന പ്രദേശത്തിന്റെ, ജോർദാൻ അടങ്ങുന്ന പാലസ്തീന എന്ന പ്രദേശത്തിന്റെ ഒറിജിനൽ അവകാശികൾ എന്ന് പറയുന്നത് ജൂതന്മാരാണ് എന്നും തിരിച്ചറിയുക.